ഇന്ന് 9/11, അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചതിൻ്റെ 24-ാം വാർഷികം. ഇത്രയും കാലം കടന്നുപോയെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഇന്നലെ നടന്നതുപോലെയാണ് കാര്യങ്ങൾ, ഓരോ സംഭവങ്ങളും മനസ്സിൽ തെളിയുന്നത്. സത്യം പറഞ്ഞാൽ കോവിഡ് വരുന്നത് വരെ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ആയിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. പക്ഷേ കോവിഡ് വന്നപ്പോഴത്തേക്ക് അതിനേക്കാൾ വലിയ സംഭവങ്ങൾ മനുഷ്യൻ നമ്മുടെ ചുറ്റിലും മരിച്ചു വീഴുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. കാരണം ന്യൂയോർക്കും ന്യൂജേഴ്സിയും അതിൻ്റെ എപ്പി സെൻറ്റർ, അതിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറി. ധാരാളം പേര് മരിച്ചു വീണു. കുറച്ച് മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ മരിക്കുകയുണ്ടായി. അപ്പോൾ അത് കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി. പക്ഷേ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടക്കുന്ന കാലത്ത് അന്ന് ഏതാണ്ട് 2700-ൽ പരം പേര് അവിടെ ന്യൂയോർക്കിൽ മാത്രം മരിച്ചു വീണു. ട്വിൻ ടവേഴ്സ് തകർന്ന് ന്യൂയോർക്കിൽ മാത്രം മരിച്ചു വീണു. പിന്നെ വാഷിങ്ടൺ DC, പിന്നെ പെൻറ്റഗണിലും വാഷിങ്ടൺ DC-യിൽ പെൻറ്റഗണിലും, പിന്നെ ഷാങ്ക്വിൽ പെൻസിൽവേനിയ, അവിടെ വിമാനം തകർന്ന് അവിടെയും കുറച്ച് പേര്. അങ്ങനെ ഈ മൂന്നിടത്താണ് ആക്രമണങ്ങൾ നടന്നത്. 4 വിമാനങ്ങൾ വന്ന് ആക്രമണങ്ങൾ നടത്തി. 19 പേര് ആണ് സൗദിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന 19 പേരാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരന്മാരായിട്ട് പിന്നിലുണ്ടായിരുന്നത്. അവരെല്ലാവരും മരിച്ചു. പിന്നെ ഇതിനു വേണ്ടി പണിയെടുത്ത ഉസമാ ബിൻ ലാദൻ, പിന്നെ ഖാലിദ് മുഹമ്മദ്, ഉസമാ ബിൻ ലാദനെ കൊന്നു. ഖാലിദ് മുഹമ്മദ് നമ്മുടെ ഇപ്പോഴും തടവറയിൽ കിടക്കുന്നു. അത് അയാളുടെ വധശിക്ഷ ജീവപര്യന്തം ശിക്ഷയാക്കി കുറച്ചിട്ടുണ്ട്. അത് വീണ്ടും വധശിക്ഷയാക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിലും അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾ പ്ലീ ഡീൽ കുറ്റം സമ്മതിച്ചുകൊണ്ട് അയാൾക്ക് അയാളുടെ ശിക്ഷ ജീവപര്യന്തം മാത്രമായിട്ട് കുറയ്ക്കുന്ന ഒരു സംവിധാനം വന്നു. അപ്പോൾ അതിനെ റിപ്പബ്ലിക്കൻസൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 9/11 വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഏതെല്ലാം രീതിയിലാണ് മാറ്റിയത്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് രാവിലെ എനിക്ക് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അവിടുന്ന് ഒരു 3-4 ബ്ലോക്ക് അപ്പുറത്ത് ഫെഡറൽ പ്ലാസ, 26 ഫെഡറൽ പ്ലാസ എന്ന് പറഞ്ഞ കെട്ടിടം, അവിടെ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ എനിക്കൊരു ഗ്രീൻ കാർഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ പോകാനുള്ള ഒരുക്കത്തിൽ സമയത്താണ് ഇങ്ങനെ അവിടെ വന്ന് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഒരു വിമാനം വന്നിടിച്ചു എന്നും പറഞ്ഞ് ഒരു കോൾ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അത് സാരമില്ല, ഈ നമ്മുടെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൽ 1948 ഒരു ചെറിയ വിമാനം വന്നിടിച്ചു. അതുപോലെ ഏതെങ്കിലും ഒരു വിമാനം വന്നിടിച്ചതായിരിക്കും, അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടൊന്നും പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന്. എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. അധികം താമസിയാതെ 2 കെട്ടിടങ്ങളും വീണു. ആദ്യം എല്ലാം പരിഭ്രാന്തിയിലായി. എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇമിഗ്രേഷൻ കാര്യമാണ് കിടക്കുന്നത്, ഇമിഗ്രേഷൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമാണ് കിടക്കുന്നത്. എന്തായാലും അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ കെട്ടിടങ്ങൾ എല്ലാം, ഫെഡറൽ ഓഫീസുകളെല്ലാം അടച്ചിരിക്കുന്നു. രാജ്യമാകെ ശോകമുഖമായിരിക്കുന്നു. ഇനി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴെന്താ, അന്ന് ഞാൻ ബ്രോക്സിലാണ് താമസിക്കുന്നത്. ആളുകൾ പലരും കരയുന്നു, ചിലരൊക്കെ കരയുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലാതെ അമേരിക്ക ആക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടായി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരവസ്ഥ. ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. തീവണ്ടികൾ നിശ്ചലമാകുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ സത്യം പറഞ്ഞാൽ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ അവസ്ഥ എന്ന് തന്നെ പറയാം. അവർക്ക് ഓരോന്നും ഇങ്ങനെയാണ് വാർത്തകൾ വന്നു ചാടുന്നത്. അപ്പോൾ അന്നേരം തന്നെ ഞാൻ എഴുതാൻ ആരംഭിച്ചു. ആദ്യത്തെ വാർത്ത തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് നമ്മുടെ മലയാളിയായ വത്സാ ജോർജ് ആദ്യം വീണ നോർത്ത് ടവറിൽ, ആ ടവറിൽ അവർ ജോലിക്ക് പോയിട്ടുണ്ട്. അവർ കാർ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു ഫൈനാൻഷ്യൽ കമ്പനിയിലാണ് ജോലി. അപ്പോൾ അവരുടെ സഹോദരൻ സജിൽ ജോർജ്, അപ്പോൾ അദ്ദേഹം ഈയിടയ്ക്ക് മരിച്ചു പോവുകയുണ്ടായി. സങ്കടം തോന്നുന്നു. അപ്പം അദ്ദേഹമാണ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ, സഹോദരി അവിടെ പോയിരിക്കുന്നു, ഒരു വിവരവുമില്ല. അപ്പോൾ അവരെപ്പറ്റി ആണ് വാസ്തവം പറഞ്ഞാൽ ഞാൻ ആദ്യം എഴുതുന്നത്. അത് reediff.com ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ വെബ്സൈറ്റുകളിലൊന്നും. അതുപോലെ തന്നെ റീഡിഫ് മെയിൽ, ഈ ജിമെയിലും യാഹൂ മെയിലും ഒക്കെ വരുന്നതിന് മുമ്പ് റീഡിഫ് മെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് വന്നില്ല. റീഡിഫിലാണെന്ന് എഴുതുന്നത്. കാരണം റീഡിഫും ഇന്ത്യ എബ്രോഡും, ഞാൻ വർക്ക് ചെയ്യുന്ന ഇന്ത്യ എബ്രോഡ് റീഡിഫിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യ എബ്രോഡ്. അപ്പോൾ അതാണ് ആദ്യത്തെ വാർത്തയായിട്ടൊന്ന് കൊടുത്തത്. പിന്നെ ഒരു 10 വർഷത്തേക്ക് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിനെ പറ്റിയുള്ള വാർത്തകൾ അതിൻ്റെ ഒരു വിദഗ്ധനായി മാറി. എന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും അധികം ഈ കാര്യത്തെപ്പറ്റി ഏറ്റവും അധികം എഴുതിയ ഒരു ഇന്ത്യക്കാരൻ ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരും ഇത്രയധികം എഴുതിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത്രയധികം ഈ മരിച്ചവരെയും അതുപോലെ തന്നെ പരിക്കേറ്റവരെയും അവരുടെ ബന്ധുക്കളെയും ഈ വർഷങ്ങളോളം കാണുകയും പോവുകയും ഇതിനെപ്പറ്റിയെല്ലാം എഴുതുകയും ചെയ്തത്. കുറേ കഴിഞ്ഞ് അവരെ വിളിക്കുമ്പം ഈ ചിലരുടെ ബന്ധുക്കൾക്ക്
മുമ്പ് ഞാൻ പിന്നെ എവിടെയോ എഴുതിയിരിക്കുന്ന പോലെ ഈ ശനിയൻ നമ്മളെ വിട്ടുപോകുന്നില്ലല്ലോ, ഇവൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല വർഷങ്ങൾക്ക് ശേഷവും. അപ്പോൾ ആളുകൾക്ക് നീരസമാകും. ഈ അവർ തന്നെ മറന്ന കാര്യം, അവർ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെല്ലുന്നത്. എന്തായാലും ഇപ്പോഴ് ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി പത്രക്കാരുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അത് ആ റെഗുലർ ന്യൂസ് എന്നുള്ളതിൻ്റെ അതിൽ നിന്നങ്ങ് പോയി. പിന്നെ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ചരിത്രകാരന്മാർക്കും ഒക്കെ ചികഞ്ഞു നോക്കാം എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്നും. പക്ഷേ എന്നാലും ചില മുഖങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പം ഡോക്ടർ സ്നേഹ ആൻ ഫിലിപ്പ്, നമ്മൾക്ക് മലയാളിയാണ്. അപ്പോൾ അവരിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അവർ 34-ാമത്തെ വയസ്സിലാണ് അവിടെ മരിക്കുന്നത്. പിന്നെ അവിടെയാണോ മരിക്കുന്നതെന്ന് അതിൻ്റെ ആ സന്ദേഹം ഇപ്പോഴും കിടക്കുന്നു. അപ്പോൾ അവർ ഉണ്ടായിരുന്നെങ്കിൽ 24 വർഷം, 34-4 58 വയസ്സായതിനെയും. അപ്പോൾ അന്ന് അവരുടെ സംഭവത്തെപ്പറ്റി പിന്നെ പറയുന്നത്, അവരെ തലേ ദിവസം മുതൽ അവർ സെൻറ്റ് വിൻസെൻറ്റ്സ് ആ ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞ് അവർ വരുന്നു. ഭർത്താവ് ഒരു യഹൂദവംശനായിരുന്നു. പിന്നെ ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ വീട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇവർ മരിച്ച് വളരെ വർഷങ്ങളോളം അദ്ദേഹം വീണ്ടും വിവാഹം കഴിക്കുകയൊന്നും ചെയ്യാതെ കാത്തിരുന്നു. പിന്നീട് ഇവരുടെ വീട്ടുകാരും ഡോക്ടർ സ്നേഹയുടെ വീട്ടുകാരും ഒക്കെ നിർബന്ധിച്ചിട്ടാണ് അയാൾ പിന്നീട് വിവാഹം കഴിക്കുന്നത്, ഏതാനും ഒട്ടേറെ വർഷത്തിന് ശേഷം. അപ്പോൾ അങ്ങനെയുള്ള ആ ഉദാത്തരായ വ്യക്തികളെ നമ്മൾ കാണുകയുണ്ടായി. നേരെ മറിച്ച് ഭാര്യ മരിച്ച് 1 വർഷം പോലും കാത്തിരിക്കാതെ കല്യാണം കഴിച്ച ചില ഇന്ത്യക്കാരുണ്ട്, ചില അണ്ണാച്ചിമാർ. കാരണം കാശ് കിട്ടി വേറെ ഭാര്യയെ കിട്ടുന്ന ആ ഒറ്റ വർഷമെങ്കിലും കാത്തിരിക്കണ്ടേ, അതുപോലും ചെയ്യാത്ത ആളുകളെയും പലരെയും അറിയാം. അതിൽ ചിലരൊക്കെ മരിച്ചു പോവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളും പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്നേഹയുടെ കാര്യത്തിൽ അവർ തലേന്ന് രാത്രി ജോലി കഴിഞ്ഞ് വന്നു. അപ്പം ഭർത്താവ് അന്നേരം ഇല്ല. പിറ്റേന്ന് രാവിലെയാണ് ഈ അപകടമുണ്ടാകുന്നത്. അപ്പോൾ അവർ അവിടെ പോയിട്ടുണ്ടോ, അവർ അവിടെ പോകേണ്ട കാര്യമില്ല. അവരവിടെ ജോലി ചെയ്യുന്ന ആളല്ല, പോലീസിലോ അല്ല ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലോ ജോലിയുള്ള ആളല്ല. അപ്പോൾ അവരെങ്ങനെ അവിടെ മരിക്കും എന്നുള്ളതായിരുന്നു കുറേ കാലത്തേക്കുള്ള ചോദ്യം. അപ്പോൾ അതിനുള്ള സിമ്പിൾ ഉത്തരവേ ഉള്ളൂ. ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ആദ്യമായിട്ട് ഓടിച്ചെല്ലുന്ന, എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന വ്യക്തിയായിരിക്കും അവർ. തീർച്ചയായിട്ടും അവർ അങ്ങനെ തന്നെ ആയിരിക്കണം പോയത്. അതിനുശേഷം പിന്നെ അവരെപ്പറ്റി ആർക്കും ഒരു അറിവും ഉണ്ടായില്ല. പിന്നീടത് ഒട്ടേറെ കാലത്തേക്ക് വിവാദമായിരുന്നു. അപ്പോൾ അവിടെയല്ല മരിച്ചതെന്നും പറഞ്ഞ് ഇടയ്ക്ക് ഇവരുടെ പേര് നീക്കം ചെയ്തു. അതിനെതിരെ ഇവർ ഈ ഫാമിലി കേസിന് പോയി. ആ കേസിന് പോയി ഒടുവിൽ കോടതി തന്നെ അംഗീകരിച്ചു ഇവരവിടെയാണ് മരിച്ചത്, അവരുടെ പേരും ചേർക്കണമെന്ന്. ഇപ്പം ആ മരിച്ചവരിൽ 2702 ആ പേരായിട്ട് അവരുടെ പേര് നമുക്കവിടെ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആ സ്മാരകത്തിൽ ആ പൂളിൻ്റെ കരയിൽ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നിടത്ത് അവരുടെ പേരും നമുക്ക് കാണാനാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, 3-4 വർഷം മുമ്പ് അവരുടെ പിതാവും മരിച്ചു, ഡോക്ടർ കൊച്ചിയിൽ ഫിലിപ്പ്. അപ്പോൾ ആ മരണം അന്ന് വെയ്ക്കിന് പോയത് ഞാൻ ഓർക്കുന്നു. ഇവിടെ ന്യൂയോർക്കിൽ തന്നെ പിക്കപ്സി ആ ഭാഗത്ത്. എന്തായാലും ആ ദുരന്തമുണ്ടാകുന്നത് 9/11 ആണെങ്കിലും തലേ ദിവസം മുതൽ തന്നെ ആ ദുരന്തത്തിൻ്റെ ഭാഗമാകാൻ ഡോക്ടർ സ്നേഹ ഫിലിപ്പിൻ്റെ ആ കുടുംബത്തിന് ദുര്യോഗമുണ്ടായി. എന്തായാലും അവരുടെ ആത്മാവിനും നമുക്ക് നിത്യശാന്തി നേരാം. അതുപോലെ 4 മലയാളികളാണ് അവിടെ മരിച്ചത്. വത്സ ഫിലിപ്പ്, പിന്നെ ഒരു മത്തായി, വേറെ ഒരാളുടെ. നേരെ മറിച്ചൊരു 55-60ഓളം ഇന്ത്യക്കാർ മരിച്ചു. 55-60ഓളം ഇന്ത്യക്കാരും ഇന്ത്യൻ മറ്റ് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അവിടെ നിന്നൊക്കെ വന്നവരോ എല്ലാം കൂടി ഒരു 100-120 പേരെങ്കിലും അവിടെ മരിക്കുകയുണ്ടായി. അപ്പം ഓരോരുത്തരെ പറ്റിയും ചിലരെ പറ്റി ഇപ്പോഴും ചില ഓർമ്മകളുണ്ട്. ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. അപ്പോൾ അവരെപ്പറ്റി ഇങ്ങനെ അവർ പറയുകയാണ്, ആളുകളെല്ലാം ഇങ്ങനെ വന്ന് ആശ്വസിപ്പിക്കും, ഇത് വിധിയാണ്, ദൈവത്തിൻ്റെ നിശ്ചയമാണ്, ഈ മരിച്ച ആളിപ്പം സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷേ ഇത് അനുഭവിക്കുന്നവർക്ക് ഇതൊന്നും ഒരു ആശ്വാസമല്ല. ഇതിൽ നിന്നും ഒരു മോചനവും ഒരിക്കലും അവർക്ക് ലഭിക്കില്ല. അവരുടെ ജീവിതം പിന്നീട് ഒരിക്കലും ആ പഴയ രീതിയിലാവില്ല എന്നവർ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ എന്തായാലും ആ 9/11 ശേഷം വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ജീവിതമൊക്കെ എത്ര മാറിപ്പോയി. അതിനു മുമ്പ് അമേരിക്ക എന്തൊരു നല്ല രാജ്യമായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനു മുമ്പുള്ള കാലത്തെപ്പറ്റി പലരും പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഈ വിമാനത്താവളത്തിലൊക്കെ നമ്മൾ വിമാനം കയറാൻ ആളുകളെ ഈ ബസ്സിലൊക്കെ കയറാനായിട്ട് നമ്മൾ ചെല്ലുന്ന പോലെ അവിടെ ചെന്ന് ആളുകളെ ടാറ്റ പറഞ്ഞ് വിട്ടേച്ച് തിരിച്ചു പോരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പം വിമാനത്താവളത്തിൽ ചെല്ലണമെങ്കിൽ എത്രയോ സെക്യൂരിറ്റി കടമ്പകൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ചെരുപ്പ് ഊരണമെന്ന് ആയിരുന്നു ഇതുവരെ നിയമം, അത് മാറ്റിയെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ മാറ്റിയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലായിടത്തും മാറ്റങ്ങളുണ്ടായി. എന്ന് മാത്രമല്ല നമ്മളെപ്പോലുള്ളവർ, കാരണം നമ്മളെ കണ്ടാലും ഏകദേശം അറബികൾ ആ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവരെ പോലെ നമ്മളെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്നവരാണ്. നമ്മളെയൊക്കെ കാണുമ്പം
പിന്നെ ഇവിടുത്തുകാരും പോലീസുകാരും ഒക്കെ ഏം കണ്ടിട്ട് നോക്കും, എന്താടാ ഇവൻ ആരാണ്, ഇവൻ വല്ല ഭീകരനുമാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിലേക്ക് അമേരിക്ക മറ്റുള്ളവരെ പരസ്പരം പിന്നെ സംശയിക്കുന്ന രീതിയിലേക്ക് അമേരിക്ക മാറിപ്പോയി. അങ്ങനെ അമേരിക്കയെ മാറ്റിമറിക്കാൻ ഈ സംഭവത്തിന് കഴിഞ്ഞു. അതാണ് അവർ ആഗ്രഹിച്ചതും. അമേരിക്കയിലെ ആ സ്വാതന്ത്ര്യവും അമേരിക്കയിലെ ആ സമത്വവും ഇതൊന്നും അവർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്ന് ന്യൂയോർക്ക് ടൈംസിലൊരു ലേഖനമുണ്ടായിരുന്നു, പിന്നെ അമേരിക്കയിലെ സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന പിന്നെ വസ്ത്രം ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നു. ഇതൊന്നും അവർക്ക് പിടിക്കുന്നില്ല. അതിനോടൊക്കെയുള്ള പ്രതിഷേധത്തിനാണ് അവർ ഇവിടെ വന്ന് ആക്രമിച്ചതെന്ന് പറഞ്ഞൊരു വിശദീകരണം കാണുകയുണ്ടായി അന്ന്. അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആകെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അമേരിക്ക ഇസ്രായേലിനെ തുണയ്ക്കുന്നു, ഇസ്രായേൽ ഈ അറബികളെല്ലാം ശരിപ്പെടുത്തുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലയിലാണ് ഈ ഉസാമ ബിൻ ലാദനും ഒക്കെ കൂടെ ഈ ആക്രമണത്തിന് കോപ്പുകൂട്ടിയതെന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു വസ്തുത. എന്തായാലും ഈ ഇസ്ലാമിക തീവ്രവാദം അതിനുശേഷം ശക്തിപ്പെട്ടില്ല, അടിച്ചു തകർക്കുകയാണ് ചെയ്തത്, എല്ലായിടത്തും പിന്നെ തകർക്കുകയാണ് ചെയ്തത്. ആകപ്പാടെ അവർ തിരിച്ചു വന്നത് അഫ്ഗാനിസ്ഥാനിൽ മാത്രമാണ്. അവിടുത്തെ മനുഷ്യരുടെ കഷ്ടകാലം, പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളുടെ കഷ്ടകാലം, ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ നിഷ്കരണം, പ്രത്യേകിച്ച് സ്ത്രീകളെ ഈ പൈലറ്റായിരുന്ന ആളുകളെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന, പിന്നെ കുഴിയിൽ നിർത്തിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുക, പിന്നെ സുഖമുള്ള കാര്യം, കാരണം അവർ പൈലറ്റായിപ്പോയി, അല്ല അവർ പഠിച്ചു. അങ്ങനെയുള്ള നിന്ദ്യമായ കാര്യങ്ങളൊക്കെ ഇന്നും അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സംസ്കാരമായിട്ട് അഫ്ഗാനിസ്ഥാനൊക്കെ മാറി എന്നുള്ള സങ്കടകരമായ ഒരു വസ്തുതയുണ്ട്. പക്ഷേ അവിടെ അത് മറ്റ് മുസ്ലിം രാജ്യങ്ങളൊക്കെ ഇതൊന്നും കാണുന്നില്ലേ, മുസ്ലിങ്ങളൊന്നും ഇതൊന്നും കാണുന്നില്ലേ? അതുപോലെ തന്നെ ഖേദകരമായൊരു വസ്തുത, അമേരിക്കൻ പട്ടാളം 20 വർഷം അഫ്ഗാൻ നിയന്ത്രിച്ചു, എന്നിട്ട് അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതും എത്രയോ ഖേദകരമായൊരു കാര്യമാണ്. അപ്പോൾ ഈ പട്ടാളമൊക്കെ അവിടെ പോയി എന്താണ് ചെയ്തിരുന്നത്? അവിടുത്തെ ജനങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ലായിരുന്നോ? എന്തായാലും ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഇത് കഴിഞ്ഞു പോയല്ലോ, ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള യുദ്ധങ്ങളും മനുഷ്യരെ ദ്രോഹിക്കുന്ന, മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു കാര്യവും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോൾ ഗാസയിലൊക്കെ നമുക്കറിയാം, നമ്മൾ താമസിക്കുന്ന നല്ലൊരു വീട്ടിൽ താമസിക്കുന്നു, ആ വീട് ഇടിച്ചു നിരത്തിയിട്ട് നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു എന്ന് പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഗാസയിൽ ഹമാസ് ചെയ്ത കൊള്ളരുതായ്മയ്ക്കാണ് അവിടുത്തെ ജനങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ദുഃഖകഥകൾ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരില്ലേ എന്ന് ഈ 24 വർഷം തികയുമ്പോൾ, കാരണം ഈ ദുഃഖങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടതാണ്. ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ, 2700 പേര് മരിച്ചതിൽ ഇപ്പോഴും 1100 പേരോളം പേരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അവരുടെ ശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഈ മെഡിക്കൽ എക്സാമിനറുടെ ഓഫീസിലുണ്ട്. ഇപ്പോഴും പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരിക്കൽ ഇത് ആരുടേതാണെന്ന് ഒരുപക്ഷെ തെളിയുമായിരിക്കാം, തെളിയാതിരിക്കാം. നമുക്കറിയാം, അന്ന് വത്സ ജോർജിൻ്റെ മൃതദേഹം പോലും, ശരീരഭാഗങ്ങൾ പോലും ഒരു വർഷത്തോളം എടുത്തു എന്ന് തോന്നുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നത്. പിന്നീട് ഫ്യൂണറൽ നടത്തി. ഡോക്ടർ സ്നേഹയുടെ അവശിഷ്ടങ്ങളൊന്നും കിട്ടിയതില്ല. നേരെ മറിച്ച് ഒരു വർഷം കഴിഞ്ഞ് കുടുംബം പ്രതീകാത്മകമായിട്ടൊരു ശവസംസ്കാരം നടത്തി. പിന്നെ ആ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുകയുണ്ടായി. അപ്പം അങ്ങനെ ആ ഡെഡ് ബോഡി പോലും കിട്ടാതെ അവരെ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഇങ്ങനെയുള്ള കാലങ്ങളും ഇങ്ങനെയുള്ളതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. മനുഷ്യരാശി ഇങ്ങനെയുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.